അടുത്തത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്നാണ് പറയുന്നത്. പല പല ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്, ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. അതായത് ഇതൊരു സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് ഒരു ഓർഗനൈസേഷൻ സെറ്റിങ്സിൽ ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ ഓർഗനൈസേഷൻ. പല പല ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബിഹേവിയർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ബിഹേവ്സ് ഇൻ ഡിഫറെൻറ്റ് ലൈഫ് സിറ്റുവേഷൻസ് ഇൻക്ലൂഡിങ് വർക്ക്. അതായത് നമുക്ക് തന്നെ പല ബിഹേവിയർ ഉണ്ടാവും, പല കാര്യങ്ങളിലോടും, പല ഡിഫറെൻറ്റ് ലൈഫ് സിറ്റുവേഷനിലോടും ഇൻക്ലൂഡിങ് വർക്ക്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് പറയണത്. ഇത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതൊരു വേ ആണ് ഇൻ വിച്ച് പേഴ്സൺ റിയാക്ട് ടു ഡിഫറെൻറ്റ് വർക്ക് സിറ്റുവേഷൻ ആൻഡ് ദ വേ ഇൻ വിച്ച് ഹി എക്സ്പ്രസ് ഹിസ് ഇമോഷൻസ് സച്ച് ആസ് ആങ്കർ, ഹാപ്പിനെസ് ആൻഡ് ലവ്. ഹോബിയുടെ കേസിലാണെങ്കിൽ ഇതൊരു വേ ആണ് ആ ഒരു പേഴ്സൺ റിയാക്ട് ചെയ്യും ഡിഫറെൻറ്റ് വർക്ക് സിറ്റുവേഷനിൽ. എന്നുവെച്ചാൽ അയാൾ പ്രകടിപ്പിക്കും ഇവിടെ ഇമോഷൻസ്, ആങ്കർ, ഹാപ്പിനെസ്, ലവ് പോലത്തെ കാര്യങ്ങൾ. ഹ്യൂമൻ ബിഹേവിയർ എന്ന ഭയങ്കര സങ്കീർണമായ ഒന്നാണ്. ഈ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് പല ഫാക്ടേഴ്സായിട്ട്. എല്ലാ ഇൻഡിവിജ്വലിനും പർട്ടിക്കുലർ ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ്, അംബീഷൻസ്, ആഗ്രഹങ്ങൾ, പെർസെപ്ഷൻസ്, കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയണം. പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലുള്ള ആളുകളെപ്പോലെ ആയിരിക്കില്ല മറ്റ് ഓർഗനൈസേഷനിലെ ആളുകൾ. ഇറ്റ് ഈസ് നെസസറി ടു ലേൺ ദ കോസസ് ആൻഡ് എഫക്റ്റ് ഓഫ് എംപ്ലോയി ബിഹേവിയർ ഇൻ ദ വർക്ക് പ്ലേസ് സോ ആസ് ടു ഇംപ്രൂവ് ദ ബിഹേവിയർ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ നെസസറിയാണ് ലേൺ ചെയ്യുക കോസസ് ഓഫ് ആൻഡ് എഫക്റ്റ് ഓഫ് എംപ്ലോയി ബിഹേവിയർ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ എംപ്ലോയി ഇങ്ങനെ ബിഹേവ് ചെയ്യണത്, നല്ലതായിക്കോട്ടെ ചീത്ത രീതിയിലായിക്കോട്ടെ, എന്തായാലും ഇത് അത്യാവശ്യമാണ്. ആ ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെ കാരണങ്ങളാണ്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ബിഹേവിയർ ഓഫ് ഓർഗനൈസേഷൻ. ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെ റിസൾട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ. എബിലിറ്റി. ഇറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് കപ്പാസിറ്റി ടു ഡു ഡിഫറെൻറ്റ് ടാസ്ക് ഓഫ് ജോബ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ കപ്പാസിറ്റിയാണ് വിവിധ തരം ജോലികൾ ചെയ്യാൻ. ഈ ഒരു ആളുടെ തന്നെ എബിലിറ്റി കംപ്രൈസ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് എലമെൻ്റ് ആയിട്ടാണ് ഇൻഡിവിജ്വൽ എബിലിറ്റി, ഫിസിക്കൽ എബിലിറ്റി. ഇൻഡിവിജ്വൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്.